അവിടെ സംഘം ചേർന്ന് ഗെയിം കളിക്കുന്നത്? ആദ്യം ചെന്നപ്പോൾ തന്നെ രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ അക്ബറും അപ്പാണിയും കൂടെ ഗ്രൂപ്പായി. ആ ഗ്രൂപ്പ് അവരൊരുമിച്ചാണ് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും. പക്ഷേ എല്ലാം നനഞ്ഞ വടക്കം പോലെ ചീറ്റിപ്പോയി. അണ്ടർ റേറ്റഡ് ഗെയിമർ ആരാ? അത് ഈ പറഞ്ഞ പേര് തന്നെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു. അവരുടെ പേര് തന്നെ പറയാൻ എനിക്കാണ്. ഹോണസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നത് അല്ല, അവരൊരു നല്ല പേഴ്സണാലിറ്റിയാണ് അവര്. അൺഡിസേർവിംഗ് ആയിട്ടുള്ള ഗെയിമർ. ഞാനത് പറഞ്ഞിട്ട് അവരെ വെറുതെ മോശക്കാരെയാക്കണ്ട. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗെയിമർ. പെൺപിള്ളേരെ മാനിപ്പുലേറ്റ് ചെയ്യലായിരുന്നു ശരത്തിന്റെ അപ്പാണ്ടിയുടെയും പണി. ശൈത്യയെ പിടിച്ചിരുത്തുന്നു, ബിൻസിയെ പിടിച്ചിരുത്തുന്നു. ഏറ്റവും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഗെയിം കളിക്കുന്നതാണ് ഷാനവാസ്. ടൈം പാസ് ഗെയിമർ. ഞാൻ ചുമ്മാ ഗെയിം കളിക്കാൻ വന്നു. ചുമ്മാ എല്ലായിടത്തും കയറി. ഈ പുള്ളിക്ക് ഇച്ചിരി ഒരു ശ്രൈണത ഉള്ളതുകൊണ്ട് ഈ സ്ത്രീകളുടെ ഇടയ്ക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ പിന്നെ മേയാനുള്ളൊരു അവസരമുണ്ട്. ഇമോഷണൽ ഗെയിമർ. അത് അനുഭവമല്ലേ. ഇപ്പോൾ ചുമ്മാ എന്തെങ്കിലും ചുമ്മാ ഉടനെ തന്നെ പോയി കരയുക. എനിക്കൊരു ക്യാമറ കിട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണം. അത് രേണു സുധി ഇടയ്ക്കിടയ്ക്ക് ക്യാമറയോടാണ് സംവദിക്കുന്നത്. കാര്യങ്ങൾ ബാക്കി മനുഷ്യരോടൊന്നും എവിടെ കട്ടിലിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കട്ടിലിൽ കിടക്കുക. ഇടയ്ക്ക് എപ്പോഴാണ് ഈ ക്യാമറയുടെ മുമ്പിൽ പോയി എന്ന് പറയുന്നത് നമുക്കറിയുന്നില്ല. പക്ഷെ നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് ക്യാമറയോട് ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. കഴിക്കാൻ മാത്രം എഴുന്നിട്ട്. എനിക്ക് ചെറിയ കുത്തിത്തിരിപ്പിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്, അത് മാത്രമാണ് എൻ്റെ പ്രശ്നം. ഞാനും അത്തരത്തിലൊരാളാണ്. ഞാനും കുത്തിത്തിരിപ്പും ഒക്കെ ഉണ്ട്.